കോഴിക്കോട് വരെ ട്രിപ്പ് പോയാലോ? അപ്പൊ നമ്മൾ ചങ്ങായിമാരെല്ലാം കൂടിയിട്ടാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 6 മണിക്കാണ് പോയത്. ബസ് കയറിയ പാടിന് എല്ലാരും തുള്ളി കളിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ 9 മണിക്ക് എത്തിനി. ആദ്യം നേരെ പോയത് പൈസരാജ മീശത്തിലാണ്. നമ്മൾ ആടെ എത്തിയതും തന്നെ നല്ല വിശപ്പുണ്ടേനു. മീശത്തിൽ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ലേനു. അതുകൊണ്ട് 2 ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ നേരെ പോയത് പാർക്കിലേക്കാ. അവിടുന്ന് കുറേ കളിച്ചു. ഇവിടുന്ന് നേരെ പോയത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. തൊട്ടപ്പുറം ബട്ടർഫ്ലൈ ഗാർഡൻ. അവിടെ കുറച്ച് പൂമ്പാറ്റേനെ കണ്ടിനേനു. ഇതെല്ലാം ഇവിടെ വരുന്ന പൂമ്പാറ്റയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പൂമ്പാറ്റേനെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ് പൂമ്പാറ്റേനെ. പിന്നെ ഇവിടെ കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ധാരാളം ബട്ടർഫ്ലൈ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ പല നിറത്തിലുള്ള ചിത്രശലഭനെ കാണാൻ പറ്റി. പിന്നെ പോയത് പെൻറ്റോളത്തിലാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ല ഇഷ്ടമായിനി. ഇവിടെ കുറേ കളിക്കാനുണ്ടായിനി. പിന്നെ ഇവിടെ കുറേ കാണാനുണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും പേരറ്റോരത്തിൽ വരണം. ഇവിടുത്തെ കാഴ്ച ഒരു ദിവസം നടന്നാലൊന്നും തീരൂല. ഇവിടുന്ന് കുറേ ആൾ ഫോട്ടോ എടുത്തു. കൂട്ടത്തിൽ നിന്ന് ഞാനും ഫോട്ടോ എടുത്തു. ഇവിടെ വന്നപ്പോൾ ഭൂമിനെ ആകാശത്തിലെല്ലാം കാഴ്ച കാണാൻ പറ്റീനി. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ വേഗം കണ്ടു തീർത്ത് ഫുൾ ഓടി കളിക്കലേനു. ഇവിടെ വലിയ ബ്ലൂ വെയിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ 10 ആനേന്റെ ഭാരമാണ് വെയിലിന്. പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ ഒപ്പം ഫോട്ടോ എടുത്ത് പിന്നെ കടലിനടിയിലുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റി. ഇതൊന്നും ശരിക്കുള്ളതൊന്നല്ല. ഇത് അവർ ഉണ്ടാക്കി വെച്ചതാണ്. ഇതെല്ലാം കണ്ടാൽ ശരിക്കുള്ളതാന്നേ പറയുള്ളൂ. സുനാമീനെ പറ്റിയിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അനക്കറിയുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കണ്ണാടിനെ കൊണ്ട് പലതരത്തിലുള്ള രൂപങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് പോവാനേ തോന്നിയിട്ടില്ല. ഇതിന്റെ മുകളിൽ കൈവെക്കുമ്പോ നല്ല മ്യൂസിക് കേൾക്കാൻ പറ്റി. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെല്ലാം ഒരു ഗെയിംസ് ആണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരുപാട് ഗെയിംസ് കളിച്ചിനി. പിന്നെ നമ്മൾ ബേപ്പൂർ തുറമുഖം കാണാൻ പോയി. ഞാൻ ബോട്ടിൽ കയറിയിട്ട് മുകളിലായിരുന്നു ഇരുന്നത്. ഇവിടെ ഇഷ്ടക്കണക്കിന് ബോട്ടുകളുണ്ടായിരുന്നു. ബോട്ടിലെല്ലാം കറങ്ങാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാപ്പാട് ബീച്ചിൽ പോയി. നമ്മളെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് 12 മണിയായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.